റിയാസെ, മനുഷ്യന്റെ ഉത്ഭവം നീ ഇതുവരെ വായിച്ചു തീർന്നില്ലേ? ഒരു തവണ ഞാൻ വായിച്ചു, ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. നിനക്ക് ഈ ഗ്രന്ഥം ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നുണ്ടല്ലോ. രണ്ടാമത്തെ വായനയിലാണ് ഇത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ലടോ, ഒരു പുസ്തകാരൻ രണ്ടാമത് വായിക്കോ? ബോറ് പരിപാടിയല്ലേ ചങ്ങായി. ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? നമ്മളെല്ലാവരും ഓരോ തരം വിശ്വാസികളാണല്ലോ. എല്ലാ വിശ്വാസങ്ങളോടും പോരടിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥം തീരുന്നത് വരെ ഇതിലെ ആശയങ്ങളും വായനക്കാരൻ്റെ വിശ്വാസങ്ങളും തമ്മിൽ നിരന്തരം സംഘർഷത്തിലായിരിക്കും. അതുകൊണ്ട് ആദ്യ വായനയിൽ പുസ്തകം തീരുന്നത് വരെയും കുറേ സന്ദേഹങ്ങളുണ്ടാവും. പൂർണ്ണമായി ആസ്വദിക്കാനാവില്ല. അതായത് ആദ്യ വായനയിൽ നീ മൊത്തത്തിലൊരു അവലോകനം നടത്തി, അപ്പോൾ രണ്ടാമത് വായിക്കുമ്പോൾ നിനക്ക് ആസ്വദിച്ച് വായിക്കാനാകുമെന്നാണ് പറയുന്നത്. എക്സാക്ട്ലി. അല്ല, പരിണാമ സിദ്ധാന്തത്തിന് ശാസ്ത്രീയ തെളിവ് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് എന്തായി? തെളിവുകളൊക്കെ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് സംശയമുണ്ട്. അതാദ്യം നീ ഒന്ന് തീർത്ത് തരണം. ഓ, അതിനെന്താ പറയൂ. ഇത് എഴുതിയത് ഒരു മെഡിക്കൽ ഡോക്ടറാണെന്നല്ലേ നീ പറഞ്ഞത്? ഈ പരിണാമ സിദ്ധാന്തവും മെഡിക്കൽ സയൻസും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറയാൻ ഒരു മെഡിക്കൽ ഡോക്ടർക്ക് എന്തറിയാനാണ്? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഷാനെ. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സൂചന തരുന്നത് കൊണ്ടാണല്ലോ പരിണാമ സിദ്ധാന്തം നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയത്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ ശരീരശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും പഠിച്ച ഒരു മെഡിക്കൽ ഡോക്ടറേക്കാൾ യോഗ്യനാരാണ്? ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് എഴുതിയത് ഒരു മെഡിക്കൽ ഡോക്ടറാണ് എന്നുള്ളതാണ്. ശരി, എഴുതിയതൊരു ഡോക്ടറായിക്കോട്ടെ എന്ന് കരുതി നൂറ്റാണ്ടുകളായിട്ട് സയൻസിനൊപ്പം വളർന്നു വരുന്ന ഒരു ആശയം തെറ്റാണെന്ന് പറയാൻ, അതും കേരളത്തിൽ കിടക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടർക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നാണ് എൻ്റെ സംശയം. ശരിയാണ്, ഈ സംശയം എനിക്കുണ്ടായിരുന്നു. ന്യൂട്ടൺ മുതൽ ഇങ്ങോട്ടുള്ള ബുദ്ധിജീവികളായ എല്ലാ ശാസ്ത്രജ്ഞരും അംഗീകരിച്ച പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ആദ്യം സംശയിച്ചത്. അത് തന്നെയാണ് ഈ പുസ്തകം വായിക്കാൻ എന്നെയും പ്രേരിപ്പിച്ചത്. എന്നാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗ്രന്ഥം എന്തോ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് പറയുമ്പോൾ ജീവജാലങ്ങളിലും മനുഷ്യരിലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളൊന്നും നിങ്ങളാരും കാണുന്നില്ലേ? ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും കാലാവസ്ഥയിലും ഭൂമിയിലും പ്രപഞ്ചത്തിലാകമാനവും പരിണാമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത്തരം മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് മനസ്സിലാകാത്തവരാണ് നീ ചോദിച്ച ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കൊരു ട്വിസ്റ്റും ഉണ്ടോ പറയാൻ? ട്വിസ്റ്റ് കേൾക്കട്ടെ. നീ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും പരിണാമ സിദ്ധാന്തം അല്ല എന്നുള്ളതാണ് ട്വിസ്റ്റ്. എങ്കിലേ യഥാർത്ഥ പരിണാമ സിദ്ധാന്തം എന്താണെന്ന് നീ ഒന്ന് വിശദീകരിക്കും. പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവജാതികൾ ഉത്ഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ബിഗ് ബാങ് തിയറി പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചും പറയുന്നു. ബിഗ് ബാങ് തിയറിയെക്കുറിച്ചുള്ള വിശദീകരണം പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ചർച്ചയിലാകാം. ഇപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നീ ഒന്ന് വിശദീകരിക്കും. ഈ ഗ്രന്ഥം വളരെ വിശദമായി തന്നെ അത് വിവരിച്ചു തരുന്നുണ്ട്. എങ്കിലും വളരെ ലളിതമായ ചില വാചകങ്ങളിൽ അത് പറഞ്ഞു തരാം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഒരേ ഒരു ഏകകോശ ജീവി മാത്രമാണ് ആദ്യം ഉണ്ടായത്. പ്രസ്തുത ജീവി പെരുകി അംഗങ്ങൾ അതിജീവനത്തിനായി പരസ്പരം മത്സരിക്കുകയും മ്യൂട്ടേഷന് വിധേയമാകുകയും ചെയ്തു. അവയിൽ മെച്ചപ്പെട്ട സവിശേഷതകളുള്ള അംഗങ്ങൾ പ്രകൃതി സംരക്ഷിച്ചു. അങ്ങനെ ഉണ്ടായ കുറേ ഏകകോശ ജീവികൾ കൂട്ടം കൂടി നിന്ന് ആദ്യത്തെ ഒരു ബഹുകോശ ജീവി ഉണ്ടായി. പ്രസ്തുത ബഹുകോശ ജീവിയുടെ സന്തതി പരമ്പരകളും ഇതുപോലെ മത്സരിക്കുകയും മ്യൂട്ടേഷന് വിധേയമാവുകയും പ്രകൃതിയാൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താണ് മുഴുവൻ ജീവജാതികളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇത് അനുസ്യൂതം തുടരുന്ന ഒരു പ്രതിഭാസമാണെന്നും എല്ലാ ജീവജാതികളിൽ നിന്നും ഇനിയും പുതിയ ജീവജാതികൾ ഉണ്ടാകുമെന്നും ഡാർവിൻ്റെ സിദ്ധാന്തം അവകാശപ്പെടുന്നു. അതായത് എന്ത് മാറ്റങ്ങൾ കണ്ടാലും അതൊക്കെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെക്കണ്ട എന്നല്ലേ ഡോക്ടർ ബഷീർ പറയുന്നത്? തീർച്ചയായും. മാത്രമല്ല, ഒരു ജീവജാതിയിൽ നിന്ന് മറ്റൊരു ജീവജാതി ഉത്ഭവിക്കുകയില്ലെന്നും എല്ലാ ജീവജാതികളും വ്യത്യസ്തമായി ഒരുമിച്ചുണ്ടായതാണെന്നും ഇനിയും പുതിയ ജീവജാതികൾ ഉത്ഭവിക്കുകയില്ലെന്നുമാണ് ഡോക്ടർ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്. പരിണാമവും പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. എന്നാൽ ഒരു ജീവജാതിയിൽ നിന്നും മറ്റൊരു ജീവജാതി ഉത്ഭവിക്കുകയില്ലെന്ന് ഡോക്ടർ ബഷീർ പറഞ്ഞതിനോട് എനിക്ക് ചെറുതായിട്ട് വിയോജിപ്പുണ്ട്. അതിനർത്ഥം ലളിതമാണ്. നീ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. അതിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്നുമാണല്ലോ നീ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ വരും. ആ തെളിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നമുക്ക് കാണാം.